നിക്കാ സുന്നോസിൽ ഇപ്പൊ പങ്കെടുത്തിരിക്കുന്നത് ഓറിയന്റൽ സഭയുടെ തലവന്മാരുണ്ട്. സുറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവനും അവിടെയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയൻ സഭയുടെ തലവനുണ്ട്. അവർ രണ്ടുപേരും തുല്യ പദവികളിൽ തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സഭാതലത്തിൽ ഓറിയന്റൽ സഭകളിൽപ്പെട്ട എല്ലാ തലവന്മാരും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് എല്ലാവർക്കും തുല്യ പദവികളുണ്ട്. ഒരു പ്രത്യേക ദേശത്തെ ചില സഭാ മേലധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടി കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ ഇവിടെ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് അവരിങ്ങനെ എന്തോ ഒരു സാധനം ഒപ്പിട്ട് വിട്ടു എന്നുള്ളതാണ് നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്. പക്ഷെ അതിനെ മലങ്കര സഭ കൃത്യമായ ഇടപെടലുകൾ നടത്തി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും കൃത്യമായി മലങ്കര സഭയുടെ സ്റ്റാൻഡ് എന്താ എന്നതിനെ കുറിച്ച് അവർക്ക് ബോധ്യമായി അവർ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് പിന്നെയുള്ള നാളുകൾ കണ്ടത്. ഈ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് മലങ്കര ഭാരതത്തിൽ നിന്നൊരു സഭാതലം എന്ന നിലയ്ക്ക് ക്ഷണം ലഭിച്ച ഏക വ്യക്തി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനാണ്. വേറെ ഒരാൾക്കും അത് കിട്ടിയില്ല. ഇവിടെ ഇഷ്ടംപോലെ സഭാതലവന്മാരുണ്ടല്ലോ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അധ്യക്ഷന് മാത്രമാണ് നിക്കാ സുന്നോസിന്റെ ആഗോള തലത്തിലുള്ളതായ സഭാതലവന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ പരിശുദ്ധ ബർത്തലോമ്യ പാത്രിക്കീസ് അയച്ചത്. അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്.